ഒടുവിൽ 12 ദിവസം നീണ്ട ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അറിയിച്ചു. ഭീകരവാദികളായി ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചതായി പെസഷ്കിയൻ പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വിജയത്തെ പ്രസിഡന്റ് അഭിനന്ദിച്ചു. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകി. ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. മറ്റ് രാജ്യങ്ങളെ വെച്ച് ഇറാനെതിരെ കളിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണ് 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടതെന്നും പെസഷ്കിയൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിസംഘർഷമായ തലത്തിലേക്ക് ഉയർന്നിരുന്നു. പിന്നാലെ അതിനു മറുപടിയായി ഖത്തറിലെ മിലിറ്ററി ബേസ് ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തി. ഇത് നെ അമ്പരപ്പിച്ചു എന്ന് വേണം കരുതാൻ. സംഘർഷം കൈവിട്ട കളിയായി മാറുന്നതായി ന് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും പിന്നാലെ വെടിനിർത്തൽ നീക്കവുമായി മുന്നോട്ടു പോയി. ഏറെ അനിശ്ചിതത്വത്തിന് ശേഷം ഒടുവിൽ വെടിനിർത്ത പ്രഖ്യാപനവുമായി ഇരു രാജ്യങ്ങളും എത്തി. മാത്രമല്ല, അമ്പരപ്പിക്കുന്ന വേറെയും പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തി. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്നും അത് പ്രശ്നങ്ങൾ വഷളാക്കുകയുള്ളൂ എന്നും ട്രംപ് പറഞ്ഞു. എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇത്ര പെട്ടെന്നുള്ള ട്രംപിൻ്റെ മനംമാറ്റത്തിന് കാരണം എന്താണ്? കാരണം ഇപ്പോഴും ദുരൂഹമാണ്. വെടിനിർത്തലിന് ശേഷം വൻ അവകാശവാദങ്ങളുമായി ഇസ്രായേൽ എത്തി. ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ ആണവ പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി അവകാശപ്പെട്ടത്. ഇറാനെതിരായ സൈനിക നടപടികൾ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് സൈനിക മേധാവിയുടെ അവകാശവാദം. അതിനിടെ ഇറാനിലെ ജനങ്ങൾ വൻ വിജയാഘോഷവുമായി തെരുവിലിറങ്ങി. ഇസ്രായേലിനെതിരെ ഇറാൻ വിജയം നേടിയതായി അവകാശപ്പെട്ടാണ് ആഘോഷം. ആഘോഷവേളയിൽ ചൊവ്വാഴ്ച തെഹ്റാനിൽ നടന്ന ആഘോഷത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഖുർസ് ഫോഴ്സിൻ്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മയിൽ ഖാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. എന്നാൽ ഖാനി ജീവനോടെയും ആരോഗ്യത്തോടെയും പ്രത്യക്ഷപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ്റെ തസ്നീം ന്യൂസ് ഏജൻസി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഖാനി പരിപാടിയിൽ ജനക്കൂട്ടത്തോടൊപ്പം പങ്കെടുക്കുന്നത് കാണാം. ഓപ്പറേഷൻ ഡിവൈൻ്റെ വിക്ടറിയെ തുടർന്ന് തെഹ്റാനിലെ ജനങ്ങളുടെ ഇന്നത്തെ ഒത്തുചേരലിൽ കമാൻഡർ ഖാനി പങ്കെടുത്തു. വീഡിയോയ്ക്കൊപ്പം ഏജൻസി എക്സിൽ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ മോസ്റ്റ് വാണ്ടഡ് മാനാണ് തെഹ്റാൻ്റെ സ്ട്രീറ്റിലൂടെ ജീവനോടെ ജനക്കൂട്ടത്തൊപ്പം നടന്നു നീങ്ങുന്നത്. ഇറാൻ സർക്കാരിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മാധ്യമം ഖാനിയുടെ വീഡിയോയും പുറത്തുവിട്ടു. ആഹ്ലാദത്തോടെ നീങ്ങുന്ന ജനക്കൂട്ടം ഖാനിയെ സ്വീകരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക നേതാക്കളിൽ ഖാനിയും ഉൾപ്പെടുന്നു എന്നാണ് ഈ മാസം ആദ്യം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 13 മുതൽ ഇറാനിലുടനീളം സൈനിക ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ പോവുകയാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഈ അവകാശവാദം ഇറാൻ നിഷേധിച്ചിരുന്നു. ഞായറാഴ്ച 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി അമേരിക്കയും സംഘർഷങ്ങളിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാത്രിയാണ് പിന്നാലെ ഖത്തറിലെ വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ നാടകീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു.